ഹലോ ഗൈസ്, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിയുടെ അപ്പുറം ഒരാളെ ഇട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അനുഭവിപ്പിക്കരുത്. കാരണം ഞാൻ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം സഹിച്ചു. എന്നിട്ടും നമ്മളെ വന്ന് ചൊറിയുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇതിനെതിരെ എനിക്ക് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. കാരണം എനിക്കതങ്ങ് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ ശുദ്ധ തെണ്ടിത്തരം എന്ന് ഞാൻ പറയും. തെണ്ടിത്തരം എന്നല്ല പറയേണ്ടത് ആക്ച്വലി, പക്ഷെ ഞാൻ തെണ്ടിത്തരത്തിൽ ഒതുക്കുന്നത്. സോ ഇത്രയും നാളും ലല്ലുവിൻ്റെയും മിശ്രിയുടെയും റിലേഷനിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു. ക്ലാരിറ്റി മീൻസ് അവർ തമ്മിൽ റിലേഷനാണെന്ന് അവരായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ആ ഒരു ക്ലാരിറ്റി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ആൻഡ് ഇതൊരിക്കലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. കാരണം ഞാനിത് അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഒബ്വിയസ്ലി. പക്ഷെ ഞാനിത് അറിഞ്ഞു. അതെന്തോ പഠിച്ച നമ്മുടെ കൂടെ ഉണ്ട്. ഞാനെപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കണം. നമ്മുടെ കൺമുന്നിൽ നമുക്കെല്ലാം കാണാൻ പറ്റും. കുറച്ച് വൈകിട്ടാണെങ്കിലും കാണാൻ പറ്റും. സോ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഈ സ്ക്രീൻഷോട്ടിൽ മിസ്രി പറയുന്നുണ്ട്, അള്ള എല്ലാം കാണുന്നുണ്ട്, പഠിച്ചവനെല്ലാം അറിയുന്നുണ്ടെന്ന്. അതാണ് എനിക്ക് മിസ്സിനോട് ആദ്യം പറയാനുള്ളത്. പഠിച്ചവൻ എല്ലാം കാണുന്നുണ്ട്, പഠിച്ചവൻ എല്ലാവരുടെയും എല്ലാം കാണുന്നുണ്ട്. പഠിച്ചവൻ അവിഹിതം കാണുന്നുണ്ട്, പഠിച്ചവൻ കുൽസിത പ്രവൃത്തികൾ കാണുന്നുണ്ട്, പഠിച്ചവൻ എല്ലാം കാണുന്നുണ്ട്. അത് നീയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അതിൻ്റെ താഴെ ഞാനൊരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ കൊടുക്കാം. ഇതിൽ അവൾ പറയുന്നുണ്ട്, ലല്ലുവായിട്ട് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അവൾ പറയുകയാണ് നോ. ആ ഉത്തരം നിങ്ങൾക്കിവിടെ കാണാമല്ലോ. ഈ പുള്ളിക്കാരി എന്നിട്ട് പുള്ളിക്കാരുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ ഇനി പറഞ്ഞു തരാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പുള്ളിക്കാരി ഓരോരുത്തരോട് പോയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഷിബിലി ഇത് അറിഞ്ഞിട്ട് ഷിബിലി പുള്ളിക്കാരിയോട് പറയുവാണ്, എന്താണ്, നീ ഓരോരുത്തരോട് പോയി പറഞ്ഞിട്ടാണ് അവൾക്ക് ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും കിട്ടുന്നത്, അതുകൊണ്ട് സ്വന്തം കുഴി തോണ്ടാണ്ടിരിക്കാൻ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ മിസ്രിയുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എവിടെ കൊടുക്കാം. ഇതൊക്കെ മിസ്രി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരു 3 ദിവസം മുന്നേ, അതായത് 3 ദിവസം മുന്നേ വരെ ഇവൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒക്കെ ലല്ലുമായിട്ട് റിലേഷൻ അല്ല, ഫ്രണ്ട്സാണ്, പഠിച്ചവൻ കാണുന്നുണ്ട്, അവർ കാണുന്നുണ്ട്, ഇവർ കാണുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇന്നലെ മിസ്രിയുടെ ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കുകയാണ്, ട്രിവാൻഡ്രത്തുള്ള. മിസ്രി ജന്മത്ത് പോലും ആലോചിക്കുന്നുണ്ടാവില്ല ഈ ഫ്രണ്ടിനെ എനിക്കറിയാമെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഫ്രണ്ട് ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, മിസ്രി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ആ കോൾ നീ റെക്കോർഡ് ചെയ്തോ, കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരുന്നത്. പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കോൾ റെക്കോർഡ് ചെയ്യാൻ തോന്നിയത്. അതുകൊണ്ടാണ് നമുക്കെല്ലാം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നത്. സോ ഇവരാദ്യമൊക്കെ സംസാരിക്കുന്ന ഇവരുടെ വിശേഷം കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് വലിപ്പിക്കുന്നില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ പറയാം. ഇവൾ പറഞ്ഞിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഞാൻ ഇതിൽ കേൾപ്പിക്കാം. നിങ്ങൾ കേട്ടോ. ന്യൂസ് ഒക്കെ ഇറങ്ങിയത്, വീഡിയോസ് ഒക്കെ ഇനി ഇറങ്ങാൻ എന്തുണ്ട്? ഉള്ളതാണോ? എടി ഉള്ളതാണെന്ന് പറഞ്ഞാൽ അവൻ എന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കേട്ടല്ലോ, അവൾ ഇപ്പോഴും ഈ കോളിൽ ആദ്യം പറയുന്നത് അവൻ എൻ്റെ ഫ്രണ്ടാണ്. ഈ ഫ്രണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെയൊക്കെ ഒരു അറിവിൽ ഫ്രണ്ടാണെന്ന് ഒരാൾ പറയുമ്പോഴത്തേക്കും ഇപ്പോഴും ഫ്രണ്ടാണ്, അങ്ങനെയാണല്ലോ അതിൻ്റെ അർത്ഥം. അതായത് പ്രസൻറ്റ് ടെൻസ് ആണ് ഫ്രണ്ട് എന്നുള്ള കാര്യം. ആൻഡ് എന്താണ്, വേറൊരു കാര്യം കൂടെ അവൾ പറയുന്നുണ്ട്. എന്താ ഈ ന്യൂസിനെ പറ്റി ചോദിക്കുകയാണ്, ഫ്രണ്ട് അവളോട് ചോദിക്കുകയാണ് ന്യൂസിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയാ, ഓ എന്ത് വേണം ഇനിയെന്ന്. എന്തോ പുരസ്കാരം കിട്ടിയ ലെവലിലാണ് മിസ്രി സംസാരിക്കുന്നത്. അപ്പം ബാക്കിയിലോട്ട് പോവാം. സ്നാപ്പിലെ ഫ്രണ്ട് ആയിരുന്നു, മുമ്പേ ഫ്രണ്ട്സ് ആണ് ഞങ്ങള്. പക്ഷെ അല്ലോലെ ഒന്ന് കോണ്ടാക്ട് ആയിട്ട് 1 മാസം ആയതേ ഉള്ളൂ. സോ സ്നാപ്പിലെ ഫ്രണ്ടാണ്, പക്ഷെ നിങ്ങൾ നല്ല പോലെ കോണ്ടാക്റ്റ് ആയിട്ട് 1 മാസമായിട്ടുള്ളൂ. ഇതേ മിസ്രി എന്നോട് പറഞ്ഞത് അവർ തമ്മിൽ കോണ്ടാക്റ്റ് തുടങ്ങിയിട്ട് 1 മാസം ആയിട്ടുള്ളൂ എന്ന്. 1 മാസം പോലും തികഞ്ഞില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പം മിസ്രി പറയുകയാണ് ഇവർ സ്നാപ്പിൽ പണ്ടേ ഫ്രണ്ടാണ്, പക്ഷേ 1 മന്തായിട്ട് വളരെ അടുപ്പത്തിലുള്ളൊരു കോണ്ടാക്റ്റ് ആണെന്ന്. ആ വളരെ അടുപ്പത്തിലുള്ള കോണ്ടാക്റ്റ് ഏത് കോണ്ടാക്റ്റാണെന്ന് നമുക്ക് ബാക്കി കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, കുറച്ച് ഫ്രണ്ടിലോട്ട് പോവാം അല്ലേ. 7 ആനും കൂടെ പിരിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളം ആയി. ഇവളും അവനും പിരിഞ്ഞിട്ട് 2 മാസമായെന്ന്. അതായത് ഞാനും ലല്ലുവും പിരിഞ്ഞിട്ട് 2 മാസമായെന്നാണ് നീ പറയുന്നത്. താങ്കളാണല്ലോ കോടതി, താങ്കളാണല്ലോ ഞങ്ങളെ പിരിയിപ്പിച്ചത്. എൻ്റെ പൊന്നു മിസ്രി,
ഒക്ടോബർ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ വീഡിയോയിലും കറക്റ്റ് പോലെ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ കള്ളം പറയുന്നവർക്കാണ് മാറിപ്പോകുന്നത്. ഈ പോലീസ് ഈ കള്ളന്മാരോട് പിന്നെയും കഥ പറയാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കാരണം നിങ്ങൾക്ക് ഒന്ന് പറയുന്നത് മാറിപ്പോവും. അതേ സിറ്റുവേഷനിലാണ് മിസ്രി പറയുന്നുണ്ട് 2 മാസം ഇവർ പിരിഞ്ഞിട്ടെന്ന്. ഞാൻ അവനെ ഒക്ടോബർ 3 കണ്ടായിരുന്നു. ആ കണ്ട സമയത്ത് ഞാൻ അവൻ്റെ കൂടെ നിന്നായിരുന്നു. അവനിത് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഇത് നവംബർ മാസമാണ്. ഈ നവംബർ മാസം എന്ന് ഒക്ടോബർ കഴിഞ്ഞിട്ടാണ് എൻ്റെയൊക്കെ അറിവിൽ നവംബർ. അതായത് 1 മന്ത് ആവുന്നേ ഉള്ളൂ. അപ്പം 2 മാസമായിട്ട് പിരിഞ്ഞു എന്ന് നീ പറയുമ്പം അത് നിൻ്റെ ഇതല്ലേ മിസ്രി. അടുത്തതിലോട്ട് പോവാം. ഇവളിപ്പോ പറഞ്ഞുണ്ടാക്കല് എപ്പോഴും എല്ലാം ഹൈഡ് ചെയ്ത് വെച്ച് അവന്റെ അടുത്ത് കാണിച്ച മൊത്തം ഹൈഡ് ചെയ്ത് വെച്ച് അവളങ്ങ് ഇറക്കി വിടലാണ്. അവൻ എന്നെ കണ്ടിട്ടാണ് അവളെ കളഞ്ഞത്. ഞാൻ ഇറക്കി വിടലാണ്, അതായത് അത് ട്രിവാൻഡ്രം സ്ലാങ് ആയിരിക്കും. ഞാൻ ഇറക്കി വിടലാണ്. ഞാൻ എന്താണ് കുട്ടി ഇറക്കി വിട്ടത്? ഞാൻ എന്താണ് നിങ്ങളെപ്പറ്റി ഇറക്കി വിട്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവളെപ്പറ്റിയുള്ള എല്ലാം ഹൈഡ് ചെയ്തു. ഞാൻ എന്ത് ഹൈഡ് ചെയ്തു? എന്ത് കാര്യമാണ് ഞാൻ ഹൈഡ് ചെയ്യുന്നത്? പറയൂ. ഞാനിത് പലവട്ടം നിങ്ങളോട് രണ്ടുപേരോടും ചോദിച്ചു. ഞാൻ എന്ത് കാര്യം ഹൈഡ് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയൂ. എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് നിങ്ങൾ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോയിൽ സഹിതം ഞാൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് ഹൈഡ് ചെയ്തു? പറയാൻ നാക്ക് തന്നേക്കുന്ന പഠിച്ചോൻ, പറയാൻ നാക്ക് തന്നേക്കുന്ന പറയാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഒരു പ്രശ്നവും എനിക്കില്ല. ബാക്കി കേൾക്കാം. അവക്ക് അവളെ ഫെയിം വലുതാണല്ലോ. വാവ്, അവൾക്ക് അവളുടെ ഫെയിം വലുതാണല്ലോ എന്ന്. അതായത് എനിക്ക് എൻ്റെ ഫെയിമാണ് വലുതെന്ന്. നിങ്ങളുടെ ഈ അവിഹിതം കൊണ്ടുവന്നതോടെ നിങ്ങൾ പറയുന്നത് എനിക്ക് എൻ്റെ ഫെയിമാണ് വലുതെന്ന്. സ്വന്തം ജീവിതത്തിൽ ഒരു നീയായിട്ട് കയറി വന്ന് എൻ്റെ ലൈഫിൽ എന്നിട്ട് നീ പറയുന്നത് ഇതൊക്കെ ഞാൻ ഫെയിമിന് വേണ്ടി ചെയ്തതാണ്. എടി, ബുദ്ധിയുള്ള ആരെങ്കിലും പറയുന്ന വർത്താനമാണോ നീ പറയുന്നത്? ഭർത്താവിൻ്റെ അവിഹിതം എടുത്ത് കുട്ടി ഘോഷിക്കാൻ ഞാൻ എന്താ വല്ല, ഞാൻ പറഞ്ഞില്ലേ, വളരെ ക്ഷമയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക തീർന്നിട്ടും നമുക്ക് ആ ക്ഷമ വിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ വന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്നത്. പക്ഷെ എൻ്റെ മാന്യത മൊത്തം തീർന്നെന്ന് വെച്ചാൽ അങ്ങേയറ്റം തീർന്നു. ഒരു ലെവൽ ഓഫ് പേഷ്യൻസ് ഉണ്ട് ഒരാൾക്ക്. ആ പീക്ക് ലെവൽ കഴിഞ്ഞിട്ടാണ്, ഞാൻ സഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഏത് ഒരു ഇതിലാണ് ഇരിക്കുന്നതെന്ന്. അടുത്തതിലോട്ട് പോവാം. അവൾ അങ്ങനെ വെച്ച് കളിച്ചു. അതായത് എൻ്റെ ഫെയിം വെച്ച് ഞാൻ കളിച്ചെന്ന്. അല്ലാണ്ട് നീ അവൻ്റെ കൂടെ രാത്രി ഇറങ്ങിപ്പോയിട്ടും അല്ല, നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിട്ടും അല്ല, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം കൊണ്ടും അല്ല. ഞാൻ എന്താ ഇതുണ്ടാക്കിയൊരു കഥയാണോ? ഞാൻ ഇവിടെ വന്നിരുന്ന് വെറുതെ ഇരുന്ന് പറയുന്ന കഥയാണോ? എനിക്കറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. നിൻ്റെയൊക്കെ വർത്താനം കേട്ടാൽ തോന്നും ഞാനിതിവിടെ വെറുതെ മറ്റേ സ്റ്റോറി ടെല്ലിങ് പോലെ വന്നിരുന്ന് പറയുന്ന പോലെ ഉണ്ട്. അവളത് വെച്ച് കളിച്ചേരി പറയുന്നോണ്ട് ലേശം ഉളുപ്പ് മിസ്രിയ, ലേശം ഉളുപ്പ്. എല്ലാ വീഡിയോയിലും ഞാൻ ചോദിക്കുന്നത് ലേശം, കുറച്ച്, പ്ലീസ്. അടുത്തതിലോട്ട് പോവാം. ഇപ്പൊ എന്തായി? കേസല്ലായോ? ഇല്ല, കേസ് നമുക്ക് ലീഗലി രജിസ്റ്റർ ചെയ്യാൻ പറ്റൂലല്ലോ എന്റെ പേരിൽ. അവന്റെ അവിഹിതമല്ലേ. ഒന്നുകൂടെ നിങ്ങൾ കേൾക്കണേ. ഞാൻ കേട്ടത് ഒന്നുകൂടെ നിങ്ങൾ കേൾക്കണം. അവന്റെ അവിഹിതമല്ലേ. ഇല്ല, കേസ് നമുക്ക് ലീഗലി രജിസ്റ്റർ ചെയ്യാൻ പറ്റൂലല്ലോ എന്റെ പേരിൽ. അവന്റെ അവിഹിതമല്ലേ. ഇവള് പറയുകയാണ്, ഇതിന് പറയാൻ പറ്റിയൊരു വാക്ക് ഡബിൾ ഡാഡി സിൻഡ്രം എന്നാണ്. അതിൻ്റെ മലയാളം ഞാൻ പറയുന്നില്ല. ഇവൾ പറയുകയാണ്, എൻ്റെ പേരിൽ അവൾക്ക് കേസ് കൊടുക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ, കാരണം ഞാൻ അവൻ്റെ അവിഹിതമല്ലേ. എത്ര പുച്ഛഭാവത്തോടെയാണ് അവൾ വന്നിരുന്ന് പറയുന്നത്, ഞാൻ അവൻ്റെ അവിഹിതമല്ലേ, എനിക്കെതിരെ എന്ത് കേസ് കൊടുക്കാൻ? ശരിയാണ്, നിയമപരമായിട്ട് കേസില്ല, അവിഹിതത്തിന് കേസില്ല. വെരി ട്രൂ, നീ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള പെൺപിള്ളേരൊക്കെ ഈ അവിഹിതം പരിപാടിക്ക് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പെൺപിള്ളേർ നല്ല ആൺപിള്ളേരും ഈ അവിഹിതം പരിപാടിക്ക് നിൽക്കുന്നത് ഇതിനെതിരെ കേസില്ല. ശരിയാണ് എന്ന് വെച്ച് ഈ കാണിക്കുന്ന മ്ലേച്ഛ പരിപാടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നെപ്പോലെ ധൈര്യമുള്ള ഒരു പെണ്ണ് വന്ന്, ഏതെങ്കിലും ഒരു പെണ്ണ് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഭർത്താവിൻ്റെ അവിഹിതമോ ഏതെങ്കിലും ചെറുക്കനാണെങ്കിൽ ഭാര്യയുടെ അവിഹിതമോ നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം. സമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ
അവരുടെ മുഖം നിങ്ങൾ കാണിച്ചു കൊടുക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ മ്ലേച്ഛമായിട്ട് വന്ന് ഞാൻ അവൻ്റെ അവിഹിതമല്ലേ, എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റില്ല, എടി 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 എനിക്ക് എന്താ എന്താ പറയേണ്ടതെന്ന് നിന്നോട് എനിക്കറിയത്തില്ല. ബാക്കി കേൾക്കാം. വിഹിതമാണ് കേട്ടാ. ഇപ്പൊ ഞാനും അവന് സെറ്റാണടി തന്നെ. ആ ഞാനും അവന് റിലേഷനാണ്. നെക്സ്റ്റ് ഡബിൾ ഡാഡി സിൻഡ്രം. ആദ്യം അവൾ പറയുവാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആണടി. ഇപ്പോൾ അവൾ പറയുവാണ് അവിഹിതമായിരുന്നു, ഇപ്പം ഞങ്ങൾ സെറ്റാണടി എന്ന്. ഇപ്പം ഞങ്ങൾ റിലേഷനായി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? സ്വന്തം വായിന്ന് വന്നില്ലേ മിസ്രിയ? സ്വന്തമായിട്ട് നീ പറഞ്ഞ് നിങ്ങൾ റിലേഷനാണ്. ഇപ്പം നിങ്ങൾ റിലേഷനായി, അതായത് ഇപ്പോഴാണല്ലോ നിങ്ങൾ റിലേഷനാവുന്നത് അല്ലേ? ഇപ്പോഴാണോ നിങ്ങൾ റിലേഷനാവുന്നത്? ഇത്രയും പ്രശ്നം ഇത്രയും എല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഇനി റിലേഷൻ അല്ല എന്ന് പറയാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ആദ്യം ഫ്രണ്ടായിരുന്നു, ഫ്രണ്ടിൽ നിന്ന് അവിഹിതമായി, അവിഹിതത്തിൽ നിന്ന് റിലേഷനായെന്ന് സമ്മതിച്ചിരിക്കുന്നു. അത് സമ്മതിച്ചല്ലോ നീ, അത് മതി എനിക്ക്. അത് സമ്മതിച്ചല്ലോ, ഇനി പറയത്തില്ലല്ലോ അയ്യോ ഞാൻ സമ്മതിച്ചില്ലെന്ന്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ക്ലാരിറ്റി. നിങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഓഡിയോ കേട്ടോ, ക്ലിയർ ആയിട്ട് കേട്ടോ. ഞാനും അവനും റിലേഷനാണ്, സമ്മതിച്ചല്ലോ നീ. ഇനി ബാക്കിയിലോട്ട് പോ. അവിടെ പറയുന്നതാണ് കേട്ടോ, അവിടെ ഫോൺ വിളിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഏതോ ചെറുക്കന് വെള്ളം കൊടുക്കുന്നതാണ്. വെള്ളം കൊടുക്കുന്നതിൽ ഇവൾ പറയുന്നുണ്ട് എന്താ മധുരം കുറച്ച് കൊടുത്താൽ മതിയെന്ന്. മധുരം കുറച്ചോ കൂട്ടിയോ നീ കൊടുക്ക്, എനിക്ക് ഒന്നും പറയാനില്ല. നീ മധുരിച്ചാണ് ഈ ലെവലിൽ ബാക്കിയുള്ളവരുടെ ജീവിതം ഇങ്ങനെ ആവുന്നത്. കുറച്ച് ദിവസമായോ നീ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട്? എന്തുകൊണ്ടാണ്? കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത്. നിന്റെ കയ്യിലിരിപ്പ്. നീ പുറത്തിറങ്ങരുത്. നീ പുറത്തിറങ്ങിയ എൻ്റെ കൺമുന്നിൽ നീ വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ കൺമുന്നിൽ നീ വരാണ്ടിരിക്കട്ടെ. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് നിന്നെപ്പോലുള്ള ആൾക്കാരൊന്നും കണ്ടാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് സത്യമായിട്ടും എനിക്കറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ മുന്നിൽ നീ വരാണ്ടിരിക്കട്ടെ ഒരു കാലത്തും. നീ എത്ര വർഷം കഴിഞ്ഞിട്ടാണേലും എൻ്റെ മുന്നിൽ നീ വരാണ്ടിരിക്കട്ടെ. അവര് ഡിവോഴ്സ് ആക്കിയ ഒരു ലീഗലി ഇതല്ല, മാരീഡ് അല്ല. അതെന്ത്? എടി അവൻ ലീഗലി മാരീഡ് ആക്കാൻ സമ്മതിച്ചിട്ടില്ല അവൻ. ബിക്കോസ് എവള് ഇത്തിരി പിടിച്ചു വെച്ച് കെട്ടിയ മട്ടാണ് വീഡിയോ മറ്റേതാക്കും മറിച്ചതാക്കും. ലീഗലി രജിസ്റ്റേർഡ് അല്ല, ഞാൻ പിടിച്ചു വെച്ച് കെട്ടിയതാണെന്ന്. ഞാനിവിടെ ഒരു വീഡിയോ സൈഡിൽ കാണിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾ കാണും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറ ഞാൻ അവൻ്റെ കഴുത്തിൽ വല്ല കത്തിയോ അല്ലെങ്കിൽ അവൻ്റെ കഴുത്തിൽ വല്ല കയറുണ്ടോ? അതോ അവൻ ആണല്ലേ? ആണല്ലേ പിടിച്ചു വെച്ച് ഞാൻ കെട്ടിയെന്ന് പറയാൻ എന്താ പിന്നെ പറയുന്നത്? ഞാൻ എന്തോ വീഡിയോ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കെട്ടി. എന്ത് വീഡിയോ ഇടുമെന്ന്? സാധാരണ പെൺപിള്ളേർക്കാണ് ഈ സീൻ ഞാൻ കണ്ടിട്ടുള്ളത്. അവളുടെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കെട്ടിയെന്നൊക്കെ. ഇത് ഞാൻ അവൻ്റെ എന്ത് വീഡിയോ ഇടുമെന്ന്? എന്തിനാ ഭീഷണിപ്പെടുത്തി? അങ്ങനെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ എന്തുകൊണ്ട് അവൻ കേസ് കൊടുത്തില്ല? അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അയ്യോ ഇങ്ങനെ നിങ്ങൾ അറിയപ്പെടുന്ന ഫസ്മിന എന്ന ഒരു ഇൻഫ്ലുവൻസർ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കെട്ടുവാണ്? നിനക്ക് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് നിനക്ക് തോന്നിയോ? റിലേഷൻ ആയിരുന്നപ്പോൾ തൊട്ട് ഞങ്ങൾ പിരിയുന്ന വരെയുള്ള വീഡിയോസ് കണ്ടിട്ട് നിനക്ക് തോന്നിയോ ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയ പോലെ? ഭീഷണിപ്പെടുത്തിയ ഒരാളുടെ മുഖമാണോ നീ അവനിൽ കണ്ടത്? കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്ക്, കുറച്ച് കോമൺ സെൻസ് മതി. പിടിച്ചു വെച്ച് കെട്ടി നോക്കി. എടി എന്തോന്നടി പിടിച്ചു വെച്ച് കെട്ടാൻ? ഇത് വല്ല പശുവോ കാളയോ വല്ലതുമാണോ ഉന്തിക്കൊണ്ട് വന്ന് ഞാൻ കെട്ടിപ്പിടിക്കാൻ? എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഒരുമാതിരി ആവുന്നു. ഒരുമാതിരി എന്ന് വെച്ചാണ്ടല്ലോ എൻ്റെ അവസ്ഥ ആർക്കും വരല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. എൻ്റെ റബ്ബേ, എൻ്റെ ഒരു വിധി. ബാക്കി കേൾക്കാം. അങ്ങനെ കല്യാണം കഴിച്ചോണ്ട് പക്ഷെ ഇവൻ മറ്റേ ഇത് ചെയ്തോ അറിയാമോ? നിക്കാഹ്. പക്ഷെ അവൻ മറ്റേ ഇത് ചെയ്തു പോയി, നിക്കാഹ്. എത്ര സിമ്പിളായിട്ടല്ല നീ പറയുന്നത്. ലീഗലി കല്യാണം കഴിച്ചില്ല, അവൻ അതിന് സമ്മതിച്ചില്ല. പക്ഷെ അറിയാണ്ട് മറ്റേ ഇത് ചെയ്തു പോയി, നിക്കാഹ്. ഇനിയിപ്പോൾ എന്താ? നിക്കാഹല്ലേ. നിക്കാന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഒരാളെ ഇന്ന് നിക്കാഹ് കഴിച്ചാൽ നാളെ ഒഴിവാക്കിയാൽ പോവുക, അടുത്ത ആളെ കെട്ടുക.
അങ്ങനെയായിരിക്കും നീയൊക്കെ നിക്കാഹിനെ കാണുന്നത്. നിക്കാഹിന് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. നിക്കാഹിൻ്റെ വാല്യൂ അറിയുന്നവരോട് അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നിക്കാഹ് എന്ന് വെച്ചാൽ ഇസ്ലാമിക് നിയമപ്രകാരം ഹലാലായിട്ടുള്ള മാരേജാണ്. അതായത് ലീഗൽ മാരേജ് പോലെ തന്നെയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. മനസ്സിലായോ? നിനക്ക് നിക്കാഹ് എന്നൊക്കെ വെച്ചാൽ ഇന്നൊരുത്തനെ നിക്കാഹ് കഴിച്ചാൽ ഒഴിവാക്കിയാൽ നാളെ ഒരുത്തനെ നിക്കാഹ് കഴിക്കായിരിക്കും. അവനും അത് തന്നെയായിരിക്കും. അവനും ആ മൈൻഡിലായിരിക്കും നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുക, ഓ നിക്കാഹ് കഴിഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് അതുകൊണ്ട് അവിഹിതമാവുന്നതുകൊണ്ട് സീനൊന്നുമില്ല, പിന്നെ ഇതിന് കേസൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഒരു സീനും വരത്തില്ല എന്നുള്ള മട്ടിലായിരിക്കും നിങ്ങളിത് വളരെ പുച്ഛഭാവത്തോടെ ഇത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ എൻ്റെയൊക്കെ കണ്ണിൽ നിക്കാഹ് എന്ന് വെച്ചാൽ ഞാൻ ഒരാളുടെ ഭാര്യയാണ്. ആ ഒരു ഇതിലേ ഞാൻ നിന്നിട്ടുള്ളൂ. ആ ഒരു ഇതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇത്രയും സഹിച്ചത്. ഭാര്യയുണ്ട്, റിലേഷനൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ ലെവലിൽ നിൽക്കത്തില്ല. റിലേഷൻ ആണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കത്ത് പോലുമില്ല. ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എവിടെയും എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങളെടുത്ത് പറയുകയോ ഇതാക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇമ്മാതിരി പരിപാടി കാണിച്ചാൽ തെണ്ടിത്തരം എന്നല്ല അതിന് പറയേണ്ടത്, പറയേണ്ട വേറെ വാക്കാണ്. ബട്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷെ ബിക്കോസ് എൻ്റെ ഒരു നിലവാരത്തിന് വരുന്ന ആൾക്കാരല്ല നിങ്ങൾ രണ്ടാളും, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. കാണിച്ച തെണ്ടിത്തരം ന്യായീകരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അവിഹിതം കാണിച്ചിട്ട് അതിപ്പോൾ സമ്മതിച്ചിട്ട് അതിൽ കിടന്ന് ഉരുളുന്നു. ഇനി ബാക്കി ഉരുളലിലോട്ട് നമുക്ക് വരാം, അത് കേൾക്കാം നമുക്ക്. അത് ചെയ്തോണ്ട് ഇപ്പൊ എന്തിനാണ് ഇപ്പൊ ലാസ്റ്റ് എന്തിനാണ് കേസൊക്കെ കൊടുത്തെന്നൊക്കെ പിന്നെ പറഞ്ഞിട്ട് അവന് ഇതിന് എന്തോ ഫ്ലാട്ടിങ്ങിന്റെ കേസ് എന്തോ കൊടുത്തിട്ടുണ്ട്. ഓ അവനെതിരെ ഞാൻ എന്തോ കേസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഫ്ലേട്ടിങ്ങിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് അവൾ പറയുന്നത്. അതായത് അവരുടെ കല്യാണം നിക്കാഹ് കഴിഞ്ഞു അവൻ വേറെ പെമ്പിളായിട്ട് ചാറ്റ് ചെയ്തു, സോ ഫ്ലേട്ടിങ്ങിന് അവൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതൊരു കേസല്ലല്ലോ അല്ലേ? നിനക്കത് സീനില്ലായിരിക്കും ചിലപ്പോൾ. നിനക്ക് ഇനി അവൻ നിന്നെ കെട്ടുവാണെങ്കിലും അവൻ വേറെ ആളായിട്ട് പോകുന്നതാ ചാറ്റ് ചെയ്യുന്നതാ അതൊക്കെ നിനക്ക് ഭയങ്കര ഓക്കെ ആയിട്ടുള്ള കാര്യമായിരിക്കും. എനിക്കത് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. നിനക്ക് ഫ്ലേട്ടിംഗ് ഒന്നും പ്രശ്നമല്ലായിരിക്കും. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഞാൻ ഫ്ലേട്ടിങ്ങിന് മാത്രമല്ല കേസ് കൊടുത്തേക്കുന്നത്, ഫ്ലേട്ടിങ്ങിനല്ല കേസ് കൊടുത്തേക്കുന്നത്. കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, ബട്ട് ഫ്ലേട്ടിങ്ങിനല്ല ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത്. അത്രയും പുച്ഛഭാവത്തിൽ നീ അത് പറയേണ്ട കാര്യമില്ല. ബാക്കി നമുക്ക് കേൾക്കാം. ഒന്നും ആവൂലടി, അതൊക്കെ പോകും. ഒന്നും ആവൂലടി, അതായത് കേസൊന്നും നിലനിൽക്കത്തില്ലടി, അതങ്ങ് പോകും. ഫ്ലേട്ടിങ്ങിനൊക്കെ കേസ് കൊടുത്താൽ അതൊന്നും നിൽക്കത്തില്ല എന്നാണ് മിസ്രി പറയുന്നത്. ഓക്കെ. കൊറേ ആൾക്കാര് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ അതൊക്കെ ആരടി മിസ്സേക്കുന്നത് എനിക്കറിഞ്ഞൂടാ. എടി ഇതെല്ലാം അഷ്കറിന്റെ കമ്പനിയിലുള്ള പെണ്ണുങ്ങളാണ്, മനസ്സിലായ? അപ്പോൾ ഇവള് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇവൾക്കെതിരെ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ലൈക്ക് ഇവൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ കൂടെ പോകുന്നതും ഇവൾ ചെയ്ത കാര്യങ്ങളും പിന്നെ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ അവളുടെ എക്സ് പറഞ്ഞ് മെസ്സേജ് അയപ്പിക്കുന്ന ആൾക്കാരാണെന്നാണ് ഇവൾ പറയുന്നത്. ഇവളോട് എനിക്ക് സീരിയസ് ആയിട്ട് ഒറ്റ കാര്യം പറയുള്ളൂ. ഇവളോട് ഞാൻ കോളിലും പറഞ്ഞ കാര്യമാണ്, അത് ഞാൻ ഇതിൽ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഇവളോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ള നിൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ നിന്നെപ്പറ്റി മോശം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വന്തം ഫാമിലി മെമ്പേഴ്സ് അടക്കം നിന്നെപ്പറ്റി മോശം പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നീ ആലോചിച്ചാൽ മതി. പിന്നെ നീ ഒരിക്കലും നിൻ്റെ എക്സിൻ്റെ തലയിലോട്ട് ഇതിടേണ്ട കാര്യമില്ല. കാരണം ആ ആളെ നീ പറ്റിച്ച ആളാണ്. അവൻ പകുതി അറിയുന്നത് പോലും ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടാണ് അവൻ നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അതായത് നീ ആ റിലേഷനിൽ എന്തോരം പറ്റിച്ചെന്നുള്ള കാര്യം. സോ പ്ലീസ് ദയവ് ചെയ്ത് നീ അവൻ്റെ തലയിലോട്ട് ഇടരുത്. നിന്നെപ്പറ്റി വന്ന ഓരോ കാര്യങ്ങളും, നിന്നെപ്പറ്റി വന്ന ചാറ്റും, നിന്നെപ്പറ്റി പറഞ്ഞതും കൂടുതലും നിൻ്റെ ഫാമിലി നടക്കുവാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? അടുത്തിലോട്ട് പോവാം. നീ ഒന്ന് കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചു നോക്കി, 4 വർഷമായിട്ട് ഞാൻ വേറെ റിലേഷനിൽ ഇരിക്കണേ. നീ സമ്മതിച്ചല്ലോ നിനക്ക് 4 വർഷമായിട്ട് വേറെ റിലേഷൻ ഉണ്ടായിരുന്നെന്ന്. ഓഹ് ഭാഗ്യം. അവൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു 4 വർഷമായിട്ട് റിലേഷനോ അത്രയൊന്നും ഇല്ല, ചുരുക്കി കുറയ്ക്കെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം 4 വർഷം നീ സമ്മതിച്ചല്ലോ, ഓക്കെ. അപ്പൊ അഷ്കറിനെ വെച്ചോണ്ട് ഞാൻ 4 കല്യാണം കഴിച്ചത് മനസ്സിലാവണേ എനിക്കില്ല. നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറഞ്ഞു തരാം. നീ അവനെ വെച്ചോണ്ട് പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. നീ 4 കല്യാണം കഴിച്ചെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കാണിച്ചിട്ട് ഞാൻ എൻ്റെ ഏത് വീഡിയോയിലാണ് നീ 4 കല്യാണം കഴിച്ചെന്ന് പറയുന്നത്? എൻ്റെ എല്ലാ വീഡിയോയും കുത്തിയിരുന്ന് നീ കണ്ടോ, അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ കണ്ടോ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഒരു വീഡിയോയിലും അവൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞവരുടെ കൂടെ ഉണ്ടായിരുന്ന ബന്ധത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, കല്യാണം മിസ്സിലെ 4 കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
പറയാത്ത കാര്യം പറയരുത്, പറയരുത്. ഇനി ബാക്കി കേൾക്കാം. അണ്ടറായിട്ട് നുണ പറയുമ്പോഴും നമ്മൾ കുറച്ച് ഇത് കോമൺ സെൻസ് യൂസ് ചെയ്ത് വേണം പറയാൻ. അണ്ടർ റേറ്റ് നുണ ഞാൻ പറയുന്നു എന്ന്. അണ്ടർ റേറ്റ് നുണ, തേർഡ് റേറ്റ് സ്വഭാവമാണ് നീ അവനും കാണിച്ചത്. അപ്പം ഞാൻ അണ്ടർ റേറ്റ് നുണ, എന്ത് അണ്ടർ റേറ്റ് നുണയാണ് ഞാൻ പറഞ്ഞതെന്ന് പ്രൂവ് ചെയ്യൂ. എവിടെ നിങ്ങളുടെ ഈ പ്രൂഫ് എവിടെ? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. ഞാൻ എന്ത് അണ്ടർ റേറ്റ് നുണയാണ് നിങ്ങളെപ്പറ്റി പറഞ്ഞത്? നിങ്ങളുടെ അവിഹിതം ഞാൻ തൂക്കിയതോ? അതാണോ എൻ്റെ അണ്ടർ റേറ്റ് നുണ? അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഇവിടെ വന്നിരുന്ന് പറയുന്നതോ? അല്ലെങ്കിൽ നീ വേറെ ആൾക്കാരുടെ കൂടെ പോയതോ? അല്ലെങ്കിൽ അവൻ്റെ ചാറ്റോ? ഇതൊക്കെയാണ് എൻ്റെ അണ്ടർ റേറ്റ് നുണ. ഡ്യൂഡ്, കോമൺ സെൻസ് ചിന്തിക്കാൻ നീ പറയുന്നു. നീയാണ് കോമൺ സെൻസ് ചിന്തിക്കുക. തലയ്ക്കകത്ത് ഇവിടെ കുറച്ച് മൂൾച്ച ഉണ്ടെങ്കിൽ നീ ചിന്തിക്കും. നീ എന്താ സംസാരിക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കും മോളെ. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി കേൾക്കാം. ഓൾറെഡി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ 4 വർഷമായിട്ട് ഞാൻ റിലേഷനിലാണെന്ന്. എന്നിട്ട് അടുത്ത വീഡിയോയിൽ വന്ന് വിളമ്പേണ് ഞാൻ ഈ 4 വർഷത്തിനിടയിൽ 4 കല്യാണം കഴിച്ചത്. എടി മോളെ, ഞാൻ പിന്നെയും പറയാണ്, നീ 4 കല്യാണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മോളെ. നിനക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. 4 വർഷത്തെ റിലേഷൻ, അത് ഞാൻ കള്ളം പറയുന്നില്ല. 4 വർഷം നിനക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. 4 വർഷം റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിനക്ക് ഇടയിൽ കൂടെ വേറെ ആൾക്കാരുടെ കൂടെ പോയിക്കൂടി? നീ പോയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിന്നെപ്പറ്റി ആൾക്കാർ പറയുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. നിന്നെപ്പറ്റി ഫാമിലി മെമ്പേഴ്സ് അടക്കം പറയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ എവിടെയും അയ്യോ ഇവള് 4 കല്യാണം കഴിച്ചു, ഇത് 5ാമത്തെ കല്യാണമാണ് ഷിബിലിയായിട്ട് കഴിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ കല്യാണം കഴിച്ചിട്ടില്ല. നീ ആദ്യമേ കള്ളം പറഞ്ഞേക്കുന്നത് നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നുള്ള കാര്യമാണ്. ബാക്കി കേൾക്കാം. ഇപ്പൊ ഞാനും അവന് സീരിയസ്ലി ഡൂഡ്, ഞാനൊരു കാര്യം പറയല്ല. ആദ്യം ഞാനും മനസ്സിലായ, ആദ്യം ഞാനവന് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ ഞാനവന് ഫ്രണ്ട്സ് അല്ല. ഇപ്പൊ ഞാനവന് റിലേഷനാണ്. സീരിയസ്ലി ഡ്യൂഡ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പം ഞങ്ങൾ റിലേഷനാണ്. എടി 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 പറയുമ്പോൾ എടി കുറച്ച് ഒരു എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? സീരിയസ്ലി ഡ്യൂഡ്, ഞങ്ങളിപ്പോൾ റിലേഷനാണ്, എങ്ങനെ പറയാൻ പറ്റുന്നു? അത് പറയുമ്പോൾ തന്നെ നിനക്കൊരു ഇതില്ലേ? കാരണം ഞങ്ങൾ ഡിവോഴ്സ് പോലും ആയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ പറയുകയാണ് ഞങ്ങളിപ്പോൾ റിലേഷനാണ്. അതെന്താ എടി? കല്യാണം കഴിഞ്ഞിരിക്കെ ഒരാളായിട്ട് നിനക്ക് അവനായിട്ട് ബന്ധമുണ്ടെന്ന് നീ ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് അവിഹിതം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് അതിനെ ഒരിക്കലും നീ പവിത്ര റിലേഷനായിട്ട് നീ കാണല്ലേ. പവിത്ര റിലേഷൻ്റെ വില പോകും. അങ്ങനെ നന്നായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതും ആ ഒരു കാറ്റഗറിയിൽ നീ നിന്നെ പെടുത്തല്ലേ. അവനെ നീ അതിൽ പെടുത്തല്ലേ. കാരണം നിങ്ങൾ ഭൂമിയുടെയും താഴെ പോകാവോ ആ ഒരു ലെവലിലാണ് നിങ്ങളുടെ റിലേഷൻ. നിങ്ങൾ നന്നായിട്ട് പോകുന്ന റിലേഷൻസിൽ നിങ്ങളെ കൂട്ടല്ലേ. റിലേഷൻഷിപ്പ് എന്ന് പറയരുത്. റിലേഷൻഷിപ്പ് എന്നല്ല അതിന് പറയേണ്ടത്. സോ ദയവ് ചെയ്ത് സീരിയസ്ലി ഡ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് റിലേഷനാണെന്ന് നീ പറയരുത്. ഇറ്റ്സ് നോട്ട് റിലേഷൻ, പ്ലീസ്. ചേട്ടന്റെ വീട്ടിലോ അവരുടെ വീട്ടിലോ ഓക്കെ ആണോ? അതൊക്കെ ഓക്കെ ആവും. അവൻ്റെ വീട്ടിൽ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണം അതൊക്കെ ഓക്കെ ആവുമെന്ന്. പിന്നെ ഞാൻ ചോദിക്കുവാണ്, നീയാണ് കോടതി. നീ അവൻ്റെ വീട്ടുകാരുടെ തലയിലോട്ട് ഇടുന്നത് നിർത്തി മിസ് ചെയ്യുക. അവനെ പോലെ അല്ല അവൻ്റെ ഫാമിലി. വളരെ നല്ലൊരു ഫാമിലിയാണത്. ദയവ് ചെയ്ത് നീ അവരെ ഇതിലോട്ട് വലിച്ചിടല്ല. നിങ്ങളുടെ ഈ ഒരു മ്ലേച്ഛകരമായ റിലേഷനിലോട്ട് നീ അവൻ്റെ ഫാമിലിനെ നീ വലിച്ചിടരുത്. കാരണം അവരത്രയും നല്ല ആൾക്കാരാണ്. അവൻ്റെ ഉപ്പ ആണേലും ഉമ്മ ആണേലും എല്ലാവരും, അവൻ്റെ 3 അനിയന്മാരാണേലും എല്ലാവരും. പ്ലീസ് അവരെ നീ ഇതിലോട്ട് വലിച്ചിടല്ലേ. ദയവ് ചെയ്ത് അവർ ജീവിച്ചു നോക്കട്ടെ പ്ലീസ്. അതാണ് എനിക്ക് പേടി. വാട്ട് ഡിഡ് ഐ ഹിയർ? ഞാൻ എന്താ കേട്ടെ? നിങ്ങളൊന്നുകൂടെ കേൾക്കണം. നിങ്ങൾ കേൾക്കണം അത്. അതാണ് എനിക്ക് പേടി. സീരിയസ് ആയിട്ട് നിൽക്കും അയാൾ, അതാണ് എനിക്ക് പേടി. അപ്പം നിനക്കറിയത്തില്ല അവൻ സീരിയസ് ആയിട്ട് നിൽക്കോ ഇല്ലയെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് കോമഡിയാണ്. നിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് കോമഡിയാണ് വരുന്നത്. മറ്റേ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൻ വേറെ ആൾക്കാരുടെ കൂടെ പോയെന്ന് ഫസി പറയുന്നു, അത് സത്യമാണ് താനും. എന്നാവട്ടെ, എനിക്ക് അവനെ വേണം. പക്ഷെ അവൻ വേറെ പോകുമെന്നും അറിയത്തില്ല, അവൾക്ക് പേടിയാണെന്ന്.
എടി എന്തിനാടി ഇതിന് നിൽക്കുന്നത്? എന്തിനാ ഈ പരിപാടിക്ക് നിന്നത് നീ ആദ്യം? ഈ പരിപാടിക്ക് നിന്നോണ്ടല്ലേ നീ തലവേദന എടുക്കുന്നത്? നിനക്ക് അവൻ പോകുമെന്ന് പോലും അറിയത്തില്ല, എന്നിട്ടാണ് നീ അതിന് റിലേഷന് ടൈറ്റിൽ കൊടുക്കുന്നത്. ഷിബിലി ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഷിബിലി പോവോ ഇല്ലയോ എന്ന് കുട്ടിക്ക് ഇപ്പോഴും പേടിയാണ്. ബാക്കിലോട്ട് പോവാം. കളഞ്ഞിട്ട് പോണെങ്കിൽ നിന്നെ കളഞ്ഞിട്ട് പോകാൻ എത്ര സമയം വേണം? ഇവൻ പറയണത് ഇവൻ ഇഷ്ടമില്ലാതെ ഇവൻ കെട്ടിയതാണ്. ഇവൻ റിലേഷനിലായിരുന്നു, പക്ഷെ അവളെ ഒരു ഡേറ്റിംഗ് മൈൻഡിലാണ് ഇവൻ കൊണ്ടുപോയത്. ആള് പറയുന്നത് എന്നെ ഇഷ്ടമില്ലാണ്ട് കെട്ടിയതാണ്. എടി, നിനക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയോ? ഏതെങ്കിലും ഞങ്ങളുടെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥത്തിൽ നിനക്ക് തോന്നിയായിരുന്നോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലാണ്ട് അവൻ കെട്ടിയതെന്ന്? ഇഷ്ടത്തിലല്ലാണ്ട് ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഏത് ലെവലിലാണ് കാണുന്നത് എനിക്കറിയത്തില്ല. കല്യാണം എന്നൊക്കെ വെച്ചാൽ ലൈഫിൽ ഒരിക്കലും നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അതൊക്കെ ആരെങ്കിലും ചുമ്മാ ഇവളെ കെട്ടിയേക്കാം, എനിക്ക് ഇവളെ ഇഷ്ടമല്ല, ഞാൻ ഒന്ന് കെട്ടി നോക്കാം, അങ്ങനെയാണ് നിങ്ങൾ കിട്ടുന്നത്. റിലേഷൻ ആണെങ്കിൽ ഓക്കെ. പിന്നെ അവൾ തന്നെ പറയുന്നുണ്ട് അവൻ എന്നെ ഡേറ്റിംഗ് മൈൻഡിലാണ് കണ്ടതെന്ന്. എൻ്റെ പൊന്നു ഷിബിലി, ഡേറ്റിംഗ് മൈൻഡിലാണ് കണ്ടെങ്കിൽ ആമ്പിള്ളേരെ പോലെ പറയണം. എടി, ഞാൻ നിന്നെ ഡേറ്റിംഗ് മൈൻഡിലാണ് കാണുന്നത്, എനിക്ക് നിന്നെ തലയിൽ വെക്കാൻ താല്പര്യമില്ല, എനിക്ക് നീയായിട്ട് റിലേഷൻ ആവാൻ താല്പര്യമില്ല. വൈ ഡിഡ് യു ഡു ഇറ്റ് ബ്രോ? എന്തിന് എൻ്റെ ലൈഫ് കുളമാക്കി? ഡേറ്റിംഗ് മൈൻഡിലാണ് താങ്കൾ എന്നെ കണ്ടതെങ്കിൽ എന്തിന് എൻ്റെ ലൈഫിലോട്ട് വന്ന് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് വന്ന് സംസാരിച്ച് കെട്ടണം എന്ന് പറഞ്ഞ് എന്തിന് എൻ്റെ ലൈഫിലോട്ട് വന്ന്? നിനക്ക് ഡേറ്റിംഗ് മൈൻഡിൽ ബാക്കി ആ രീതിയിൽ അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നോ? ഒരാളെ ലൈഫിലോട്ട് വിളിച്ചു വരുത്തി ഈ ഒരു പരിപാടിക്ക് നിൽക്കണോ? ബാക്കി കേൾക്കാം. ആശാത്തി ലോക്കാക്കി എടുത്തു. ഞാൻ ലോക്കാക്കി എടുത്തു. ഓക്കെ, എങ്ങനെ ലോക്കാക്കി എടുത്തു? ഇവൻ എന്താ വല്ല പൂട്ടോ ഞാൻ ലോക്കാക്കി എടുത്തുകൊണ്ട് നടക്കാൻ? എങ്ങനെ ലോക്കാക്കി എടുത്തു? ഞാൻ എന്ത് അടിസ്ഥാനത്തിൽ അവനെ ലോക്കാക്കി? എന്തുകൊണ്ടാണ് ലോക്കാക്കിയത്? പറ. എങ്ങനെ ലോക്കാക്കി? എന്ത് പോയിന്റ് വെച്ചിട്ട് ഞാൻ ലോക്കാക്കി? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ലോക്കാക്കി എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ലോക്കാക്കി? അതിന് എനിക്ക് ക്ലാരിറ്റി ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ എങ്ങനെ ലോക്കാക്കി? അവൻ ലൈവിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ ലോക്കാക്കി, അവൾ ലോക്കാക്കി, അവൾ എന്നെ പെടുത്തിച്ചു, ഞാൻ പെട്ടു. എങ്ങനെ പെട്ടു? എങ്ങനെ പെട്ടു? എൻ്റെ ക്ഷമയുണ്ടല്ലോ, എൻ്റെ ക്ഷമ നശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, സീരിയസ്ലി. ബാക്കി കേൾക്കാം. എനിക്ക് അവന്റെ കാര്യത്തിന് വേറെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവള് തലേന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇവ ഇത്രയും കുറെ ഇവന്റെ ജീവിതം വെച്ച് അവൻ കളിച്ചത്. മിസ്സിലി പറയുവാണ് അവൻ്റെ കാര്യത്തിൽ അവൾക്ക് പേടിയൊന്നുമില്ല. ഒരു 10 സെക്കൻഡ് മുന്നെയാണ് അവൾ പറഞ്ഞത് അവൻ്റെ കാര്യത്തിൽ പേടിയുണ്ടെന്ന്, അവൻ ഇട്ടിട്ട് പോകുന്ന പേടിയുണ്ടെന്ന്. ഇതേ മിസ്സിലി പറയുകയാണ് അവൻ്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല, അവൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ തലേന്ന് പോകാൻ വേണ്ടിയിട്ടാണെന്ന്. എടി, നിനക്ക് തലയിൽ എന്തെങ്കിലും ഓളം ഉണ്ടോ? ഒരാൾ ചാറ്റ് ചെയ്യുന്നത് വേറെ ആൾക്കാരുമായിട്ട്, വേറെ പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരാളെ തലേന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ നീ മണ്ടിയാണോ നീ? ഒരു ഭാര്യ അവിടെ ഒരു പെണ്ണിനും കണ്ട പെണ്ണുങ്ങൾക്ക് മൂടുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ അവിടെ ചെയ്യും. ഇവളെന്തിനേത് ഇവൾ അതൊക്കെ എടുത്ത് വെച്ച് ഒരു വലിയൊരു വീഡിയോ ആക്കാൻ വേണ്ടിട്ട്. എടി, നാണോ ഇല്ലാത്തവളെ, അങ്ങനെയല്ല നിന്നെ വിളിക്കേണ്ടത്. നീ പറയുന്നത് ഒരു ഭാര്യയായിരിക്കും, മൂടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൾ ഇട്ടിട്ട് പോകണമായിരുന്നു, അവളത് പോയില്ല. ഇവളിതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വീഡിയോ ആക്കാൻ നിന്നതാണ്. എടി, ഞാൻ എന്താടി നിന്നോട് പറയേണ്ടത്? ഈ മൂടുണ്ടോ ഇതുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയില്ല എന്ന് നീ പറയുന്നത്. ഓക്കെ, ഞാൻ ഇട്ടിട്ട് പോയില്ല. അവിടെ നിനക്ക് ചിന്തിക്കാവുന്ന ഒറ്റ കാര്യമുണ്ട്, അവൾ എന്തിനു നിന്നു? വൈ ഡിഡ് ഷീ ചൂസ് ടു സ്റ്റേ ഇൻ ദാറ്റ് റിലേഷൻ? ബിക്കോസ് ഐ ലവ്ഡ് ഹിം ഇൻ എ വേ ദാറ്റ് നന്നാവും, ശരിയാവും, എൻ്റെ ഹസ്ബൻഡാണ്, ചാൻസ് കൊടുക്കാം, ഞാൻ കല്യാണം കഴിച്ചതല്ലേ എന്നൊരിതുണ്ടായിരുന്നു എനിക്ക്. ആ ഒരൊറ്റ ഇതിൻ്റെ പുറത്ത് ഞാൻ നിന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ നിന്നു. അതെൻ്റെ ഇഷ്ടം കൊണ്ടാണ്. അല്ലാണ്ട് നീ പറയുന്ന പോലെ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ഇതിനോ ഈ ഒരു കാരണത്തിനല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തിട്ടില്ല ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന്. ഞാൻ ഏറ്റവും സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളെ പറ്റി
ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ബിക്കോസ് ഐ എം ഇൻ എ വെരി മിസറബിൾ പൊസിഷൻ സത്യം പറഞ്ഞാൽ. ആൻഡ് എന്താ പറയുക, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതെന്ന് പറയുന്നതിന് എനിക്കൊന്നും പറയാനില്ല. നോ കമൻസ്. പക്ഷെ പറയുന്ന തന്തയിലേമത്തരമുണ്ടല്ലോ, അത് നീ കയ്യിൽ വെച്ചാൽ മതി, ബാക്കി കേൾക്കാം. നോക്കിയും കണ്ടൊക്കെ ചെയ്യും, എനിക്ക് അത്രേ പറയാനുള്ളൂ. നോക്കിയും കണ്ട് സൂക്ഷിച്ച് എടി ഫസ്മിനെ ഇട്ടിട്ട് പോവാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരുപാട് റീസൺസ് ഉണ്ടെന്നാണ് ഞാൻ എന്റെ ചെവി കൊണ്ട് വരെ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ഇട്ടിട്ട് പോകാൻ ഒരുപാട് റീസൺസ് ഉണ്ട്, അവൾ ചെവി കൊണ്ട് കേട്ടെന്ന്. ഞങ്ങൾ നിന്നുകൊണ്ടിരുന്ന വീട്ടിൽ മിസ്രിയ ഉണ്ടായിരുന്നോ? അല്ലെ ഞങ്ങൾ റിലേഷൻ ആയപ്പോൾ തൊട്ട് മിസ്രിയ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയത്തില്ല ഇനി അതുപോലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അതുപോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. ചെവി കൊണ്ട് കേട്ടത് എന്ത്? നീ ചെവി കൊണ്ട് കേട്ടു? എന്താണ് നീ ചെവി കൊണ്ട് കേട്ടത്? എന്നെ ഇട്ടിട്ട് പോകാൻ ഒരുപാട് റീസൺ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരേ ഒരു റീസൺ ഞാൻ ഒരു റീസൺ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്നെ ഇട്ടിട്ട് പോകാനുള്ള ഒരു റീസൺ എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. എന്നെ ഇട്ടിട്ട് പോകാൻ ഒരുപാട് റീസൺ നീ കേട്ടെന്നാണല്ലോ നീ പറയുന്നത്. ആ ഒരു റീസൺ അറിഞ്ഞാൽ എനിക്ക് കൊള്ളാൻ ആഗ്രഹമുണ്ട്. ഒന്ന് പറയണേ. ഞാൻ കേട്ട കാര്യം സമൂഹത്തിന് അറിഞ്ഞുകൂടാന്ന്. ഓക്കെ, സമൂഹത്തിന് അറിയിക്കുക. എന്തുകൊണ്ട് അറിയിക്കുന്നില്ല? എന്നെ ഇട്ടിട്ട് പോകാൻ കുറേ റീസൺ ഉണ്ടെങ്കിൽ സമൂഹത്തിന് അറിയിക്കുക തന്നെ ചെയ്യണം. പ്ലീസ് അറിയിക്കുന്നേ. നിങ്ങളൊക്കെ ആസ് എ വ്യൂവേഴ്സ് ആണ്, പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ ഇവരെ രണ്ടുപേരെ ജീവിതവും ഞാൻ ടേസ്റ്റ് ചെയ്ത് അറിഞ്ഞ വ്യക്തിയാണ്. നീ ഞങ്ങളുടെ ജീവിതം ടേസ്റ്റ് ചെയ്ത് അറിഞ്ഞിട്ടുണ്ടെന്ന്. നീ വ്യൂവർ അല്ലെന്ന്. അപ്പം നീ തന്നെ സമ്മതിച്ചു, നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഇടയിൽ കയറി ടേസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. എന്ത് ടേസ്റ്റാണ് നീ ഉദ്ദേശിക്കുന്നത്? എന്തൊരു ടേസ്റ്റാണ് നീ ഉദ്ദേശിക്കുന്നത്? നീ വന്ന് എന്ത് ടേസ്റ്റ് ചെയ്തു? അവൻ്റെ ജീവിതം നീ ടേസ്റ്റ് ചെയ്തു. നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ നിനക്ക്? ഓഹ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അവൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഈ ഓഡിയോ ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ച് ചോദിച്ചു, മിസ്രി എന്താണ് മിസ്രിയ പറയുന്നത്? മിസ്രി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? എന്താണ് അതിൻ്റെ ഒരു റീസൺ? അപ്പോൾ മിസ്രി പറയുവാണ്, എന്താണ്, എനിക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല ഇപ്പോഴൊന്നും. എനിക്ക് സത്യാവസ്ഥ അറിയത്തില്ല. ഞാൻ അവൻ പറയുന്നത് കേട്ടിട്ടാണ് പറഞ്ഞത്. സോറിന്ന്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം ചെയ്യാനുള്ളത് മൊത്തം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നെഞ്ചത്തിരുന്ന് നിങ്ങളിങ്ങനെ എന്നെ കുത്തിയിട്ട് അവസാനം വന്ന് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ സോറിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഇതുപോലെ നീ എന്നെപ്പറ്റി ഇപ്പം ഞാൻ പറഞ്ഞതറിഞ്ഞു. ഇതുപോലെ നീ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടാവും? നീയും അവനും എന്നെപ്പറ്റി എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടാവും? ഒന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവളോട് 2 മണിക്കൂർ സംസാരിച്ചു. അത് ഞാൻ ഇവിടെ കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ക്ഷമ നിങ്ങൾ ആലോചിക്കണം. ഇത്രയും ഞാൻ കേട്ടിട്ട് ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു, മിസ്രി, ഐ ഹാവ് സഫേർഡ് ഇമ്മൻസ് പെയിൻ. നിനക്ക് ആലോചിക്കുന്നതിൻ്റെ അപ്പുറം സഹിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് നീ ആദ്യം മനസ്സിലാക്കണം മിസ്രി. ഐ ഷോഡ് ഹർ എവറിത്തിങ്. കാണിച്ചു കൊടുത്ത് എന്നിട്ടെങ്കിലും മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് എവിടെ? എല്ലാം കഴിഞ്ഞിട്ട് പുണ്യാളത്തി ഒരു മെസ്സേജ് എനിക്ക് അയക്കുവാണ്. എന്താ അയച്ചത് ഞാൻ നോക്കട്ടെ കേട്ടോ, എന്താ അയച്ചതെന്ന്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. പുള്ളിക്കാരി ഹോസ്പിറ്റലിലാണ്. അതും സ്നാപ്പിൽ ഇട്ടിട്ടാണ് എനിക്ക് ആ 1 ടൈം ഫോട്ടോ അയച്ചത്. അവിടെ സ്നാപ്പ് വിട്ടിട്ടുള്ള കളിയില്ല. സ്നാപ്പിൽ ഫിൽറ്റർ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മറ്റേ കൈ ഇങ്ങനെ വെച്ചിട്ട്. എന്നിട്ട് പുള്ളിക്കാരി പറയാണ് അവനായിട്ട് നിർത്തി. ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്കിനി പറ്റത്തില്ല. അപ്പോൾ അവൻ ഓക്കെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരു ബന്ധം ഞാൻ ആലോചിക്കുകയാണ്. ഇന്നലെ ഫ്രണ്ടാന്ന് പറഞ്ഞു, ഇന്ന് അവിഹിതമെന്ന് പറഞ്ഞു, മറ്റന്നാൾ റിലേഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു, അവൻ ഓക്കെ എന്ന് പറയുന്നു. ഇതിനൊക്കെയാണോ നിങ്ങൾ റിലേഷൻ എന്ന് വിളിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് അവൾ പറയാണ് ഞാൻ യു കെ പോവാൻ പോവാണെന്ന്. എനിക്ക് ഈ കഥയായിട്ട് മുന്നോട്ട് പോകാൻ വയ്യ. എന്ത് കഥയായിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ വയ്യ? യു കെ പോകാൻ പോവാണ്. നീ യു കെയിലോ ആഫ്രിക്കയിലോ ബഹിരാകാശത്തോ എവിടെയാന്ന് വെച്ചാൽ പൊക്കോ. എനിക്ക് ഒരു പ്രശ്നമില്ല. നീ പൊക്കോ. നീ പോണം. നിന്നെപ്പോലെയുള്ളവർ പോണം. നിന്നെപ്പോലെ അവനെപ്പോലെയുള്ളവർ പോണം എന്നേ ഞാൻ പറയത്തുള്ളൂ. സെബിൽ ഇനി എൻ്റെ ആരുമല്ല. എനിക്കിനി അത് നടക്കത്തില്ല. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ
ആ നാടകത്തിൽ ഞാൻ പാർട്ടാവുന്നില്ല. അതായത് നിങ്ങൾ റിലേഷൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന നാടകത്തിൽ ഞാൻ പാർട്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ. റിലേഷൻ നീ അക്സെപ്റ്റ് ചെയ്തതിന് നന്ദി. അത് നീ ഒരിക്കലും ഓർത്തില്ല റെക്കോർഡായിരിക്കുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് റെക്കോർഡായിപ്പോയി കുട്ട. അതാണ് പടച്ചോൻ നല്ല ന്യായത്തിനോട് നിൽക്കും. ഈവൻ നീ പറയുന്നുണ്ടല്ലോ കേസ് കൊടുത്താലും ഇതൊന്നും നിലനിൽക്കില്ല, സിമ്പിൾ കേസ്, ഓ മൈ ഗോഡ് ഫ്ലോട്ടിങ്, ഇതിനെന്താ പ്രശ്നം എന്ന് നീ പറയുന്നുണ്ടല്ലോ. എന്നാൽ പോലും പടച്ചോൻ ഇതിനൊക്കെ മുകളിൽ, നിയമത്തിന് മുകളിലും പടച്ചോനുണ്ട്. പടച്ചോൻ നമുക്ക് കാണിച്ചു തരും. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ബൈ.